ആറ്റുകാൽ പൊങ്കാല. ഇന്ന് അതാണ് സോഷ്യൽ മീഡിയ മൊത്തം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്, ആറ്റുകാൽ പൊങ്കാല. അപ്പം പൊങ്കാല സംബന്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. നമ്മുടെ പുതിയ മേയർ ഇന്നലെ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ വെച്ചിട്ട് നമുക്ക് ഈ പറയുന്ന നമ്മുടെ നടിയുണ്ടല്ലോ, പൊങ്കാല ബ്രാൻഡ് അംബാസിഡർ എന്നാണെങ്കിൽ നമുക്ക് പറയാം, ചിപ്പി ചേച്ചി. പിന്നെ അതുപോലെ തന്നെ അന്നാരാജൻ. ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ചിപ്പി ചേച്ചി പോയി അന്നാരാജൻ തിരിച്ചു വന്നു എന്നൊക്കെ പറഞ്ഞ്. ഓക്കെ, അതിൻ്റെ കാര്യങ്ങളൊന്നും സംസാരിക്കാനുണ്ട്. പിന്നെ കുറച്ച് ക്യാമറമാൻമാരെ കുറിച്ചും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്തായാലും മേയറിൻ്റെ ഒരു വിഷയമാണ് തുടക്കം തന്നെ വെച്ച് തരാം. കാരണം ട്രിവാൻഡ്രത്ത് ഇതുപോലൊരു മേയർ, അതും BJP പാർട്ടിയിലാണ്. ഇനിയും BJPക്ക് സീറ്റ് കിട്ടുമെന്ന് 100% ഉറപ്പാണ് ഈ ഒരു വ്യക്തിയുടെ ഇന്നത്തെയും ഇന്നലത്തെയും പെർഫോമൻസ് കാണുമ്പോൾ. ഓക്കെ, എനിക്ക് സത്യം പറഞ്ഞാൽ വാക്കുകൾ കിട്ടുന്നില്ല. ഞാൻ അത്യാവശ്യം കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ്, അത്യാവശ്യം നല്ല രീതിയിലാണ്. പക്ഷേ ഈ ഒരു മനുഷ്യൻ്റെ എനിക്ക് എന്താ പറയുക, കൈയടിക്കേണ്ടതാണ് ചില കാര്യങ്ങളിൽ, നല്ല രീതി കൈയടിക്കണം. കാരണം അദ്ദേഹം ചെയ്യുന്ന കുറേ കാര്യങ്ങൾ, ഈ കൊള്ളയുണ്ടല്ലോ, അറിയാലോ, ഓച്ചിറ, ഈ ആറ്റുകാല്, ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ ആൾക്കാർ ഇടിച്ചു കയറി വരുമ്പം കുറേ എണ്ണം കാർ പാർക്കിങ്ങിനൊക്കെ വേണ്ടി 100 രൂപ, 500 രൂപ, 400 രൂപ അങ്ങ് കൊള്ള ഉണ്ടാക്കുന്ന കുറേ ആൾക്കാരുണ്ട്. എന്തായാലും ഒരു വീഡിയോ ഞാൻ വെച്ച് തരാം. ആറ്റുകാൽ പൊങ്കാലയുടെ പേരിൽ കൊള്ള നടത്താനുള്ള സ്വകാര്യ വ്യക്തിയുടെ ശ്രമം തടഞ്ഞ മേയർ. കോർപ്പറേഷൻ പരിധിയിൽ ഇന്നലെ ഇതിന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാനത് മാറ്റി വെച്ച് ആ വീഡിയോ എൻ്റെ ഞങ്ങൾ ഡിലീറ്റ് ആയിപ്പോയി. ഇതിപ്പോൾ വേറൊരു യൂട്യൂബ് ചാനലിൽ നിന്ന് എടുത്തതാണ്. പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തതിന് ശേഷം കൊള്ള ലാഭം കൊയ്യുകയായിരുന്നു ഇയാൾ. നഗരസഭയുടെ അനുമതി പോലും വാങ്ങാതെയാണ് ഇയാൾ ഈ സംവിധാനം ഒരുക്കിയത്. ഒരു ഓട്ടോ കാർ പാർക്ക് ചെയ്യാൻ 400 രൂപയാണ് ഈടാക്കിയത്. ഇയാളുടെ അവസാനം ഈ വ്യക്തി ഈ പൈസ എല്ലാം തിരിച്ചു കൊടുക്കുന്നത് വരെ മേയർ അവിടെ ഒരേ ഒരു നിപ്പ് ചെയ്യുന്നത്. പുള്ളി പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ അവസാനത്തെ തൂപ്പ് ജോലിക്കാർ വരെ പോയതിന് ശേഷമേ മേയർ അവിടെ നിന്ന് പോകത്തുള്ളതാണ്. അവിടുത്തെ ജോലിക്കാർ പറ, ഈ ഒരു വ്യക്തിക്ക് കൈയടിക്കേണ്ടതല്ലേ? ഏത് പാർട്ടി ആയിക്കോട്ടെ, ഇതുപോലുള്ള ആൾക്കാർ വന്നാൽ നാടിന് ഗുണമാണ്. അത് ഏത് പാർട്ടി ആയാലും ശരി. പിന്നെ ഇവിടെ വന്നിട്ട് ഈ ഹിന്ദുക്കളെയും മുസ്ലിംസിനെയും തമ്മിലടിപ്പിക്കാൻ നോക്കുന്നവന്മാരെ ആണെങ്കിൽ അടിച്ച് ദൂരെ കളയണം, അത് വേറെ കാര്യങ്ങൾ. പക്ഷെ ഇദ്ദേഹം കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. കൊള്ള ശ്രദ്ധയിൽപ്പെട്ട ചിലർ മേയറെ വിവരം അറിയിച്ചു. തുടർന്ന് മേയർ സ്ഥലത്ത് എത്തുകയും ഒരു ഓട്ടോക്കാരന് 400 രൂപയോ തോന്നിയാസം കാണിക്കരുത്, ലൈസൻസ് ഇല്ലാതെയാണ് നിങ്ങൾ ഇത് നടത്തുന്നത്, ഇത് ശരിയായ നടപടിയല്ല, താൻ ഇതിനെതിരെ നടപടി സ്വീകരിക്കാൻ പോവുകയാണെന്ന് അറിയിച്ചു. ഇതോടെ ഇയാൾ താൻ വാങ്ങിയ തുക തിരിച്ചു കൊടുക്കാമെന്ന് പ്രശ്നത്തിൽപ്പെടുത്തരുതെന്നും അപേക്ഷിക്കുകയായിരുന്നു. ആറ്റുകാൽ പൊങ്കാല പ്രമാണിച്ച് തലസ്ഥാന ജില്ലയിൽ നാളെ പൊതു അവധിയാണ്. സ്കൂളുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സർക്കാർ ഓഫീസുകൾ എന്നിവയ്ക്കൊക്കെ അവധി ബാധകമായിരിക്കും. പൊങ്കാല ഓക്കെ. അപ്പോൾ ഈ ഒരു വ്യക്തി, നമുക്ക് തുടക്കം ഒരു കാര്യം പറയുമ്പം ഇയാളെ കുറിച്ചാണ് നമ്മൾ പറയേണ്ടത്. കാരണം ഇന്ന് കഴിഞ്ഞ വട്ടമൊക്കെ അറിയാമല്ലോ എത്ര ലക്ഷം രൂപയാണ് നമ്മുടെ ഹാരിയ മേഡം, അതായത് പൊങ്കാല നടത്താത്ത സമയത്താണെങ്കിൽ പോലും അവിടെ ക്ലീനിങ്ങിന് വേണ്ടി ഇത്ര ലക്ഷം രൂപ എഴുതിയെടുത്ത ടീംസുകളാണ്. ഓക്കെ, ഇനി നമുക്ക് അവിടെ വേറൊരു പ്രശ്നം നടന്നിട്ടുണ്ടായിരുന്നു. പൊങ്കാല ഇടുന്ന സമയത്ത് കുറേ അമ്മമാർ വണ്ടി വന്നിട്ട് കൊണ്ടിടിച്ച് നാശമാക്കി എന്നുള്ള രീതിയിൽ. അത് പിന്നെ CPM-ൻ്റെ നെഞ്ചത്തോട്ട് കുറേ ആൾക്കാർ അറിയാമല്ലോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പം പാർട്ടിയുടെ നെഞ്ചത്തോട്ട് കൊണ്ടിടുന്നത്. അതിപ്പം നമുക്കറിയത്തില്ല അതിൻ്റെ സത്യാവസ്ഥയും കാര്യങ്ങളൊക്കെ എന്താണെന്ന്. എന്തായാലും ആ ഒരു വീഡിയോ ഞാനൊന്ന് വെച്ചുതരാം. നമുക്ക് പിടിച്ചാലേ പറ്റുള്ളൂ, നമ്മളെ പിടിക്കണം. നമ്മൾ അങ്ങനെ പൊങ്കാലൊക്കെ വന്നെയാണ്, അവരെ പിടിച്ചേ പറ്റൂ ഞങ്ങൾക്ക്. എല്ലാവരും കൂടി ഇവിടെ ഇരിക്കുകയായിരുന്നു. ഇരിക്കുന്നത് ഒരു വണ്ടി വാങ്ങി വന്ന് എല്ലാം ഇടിച്ച് തപ്പിച്ചിട്ട് പോയി. രണ്ടുപേരെ അവിടെ ഉണ്ട്. അപ്പം അങ്ങനെ ഒരാളെ കയ്യിൽ ചില പൊങ്കാല മറിഞ്ഞ് വീണ് കയ്യത്തറയും പൊള്ളി. അതിപ്പോൾ ജനറൽ ഹോസ്പിറ്റലാണ്. നമ്മളിങ്ങനെ അവർ രണ്ടുപേരും അവിടെ ഇരുന്ന് നമ്മളെവിടെയാണ് ഇരുന്നത്, നമ്മളെ പൊങ്കാലയൊക്കെ അവിടെ ഇരുന്നു. അപ്പം ഇങ്ങനെ വന്നാൽ പൊങ്കാല എടുത്തറപ്പിച്ച് ഇവരെ അടിക്കാൻ പോയപ്പോഴും അടുത്തിരുന്ന പൊങ്കാല അവർ യാത്ര തൂവിയതാണ്. അവർ രണ്ടാമത് പൊങ്കാല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും ആൾക്കാരും അറിയാലോ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് വരുന്നതാണ്. ഇവിടെ വന്നിട്ട് ഈ തോന്നിവാസമൊക്കെ കാണിക്കുവാണെങ്കിൽ അവനെ എന്തായാലും തൂക്കണം. അതെന്തായാലും എനിക്ക് തോന്നുന്നത് ഇതിപ്പോൾ മേയറിൻ്റെ കണിപ്പെടുവാണെങ്കിൽ അയാളെ തീർച്ചയായിട്ടും വരെ പൊക്കിയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക, സബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് വീഡിയോയിലോട്ടൊക്കെ പോകാം. പ്രധാനപ്പെട്ട കുറച്ച് എനിക്ക് ഇന്നൊരു വീഡിയോ ഇഷ്ടപ്പെട്ട് വേണ്ട ഈ ഒരു വീഡിയോ. റിയൽ കേരള സ്റ്റോറി എന്ന് പറയുന്നത്, അതൊരു മുസ്ലിം പള്ളിയുടെ അവിടെ ഇങ്ങനെ നിൽക്കുന്നതാണ്. സത്യം പറയാമല്ലോ, പള്ളിക്കാർ
എന്താ പറയണ്ടേ, ഈ നമ്മുടെ കേരളത്തിലാണ് ഇവിടെ ജാതി മതവും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നോക്കാറില്ല. പണ്ട് ചില ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കാറുണ്ട്. ഈ അടുത്ത സമയം കൊണ്ട് എൻ്റെ അറിവിലാണ് അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം ഒത്തിരിമയുടെ കാര്യത്തിൽ നമ്മുടെ മലയാളികളെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഒത്തിരിമേട ഇതുപോലുള്ള കേസ് കെട്ടുകൾ വരും. ആറ്റുകാൽ പൊങ്കാല, പിന്നെ പള്ളിപ്പെരുന്നാൾ, ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. മലപ്പുറത്താണെങ്കിലും ചില ആൾക്കാരുണ്ട് ഈ പള്ളി മുസ്ലിംസ് ഉണ്ട്. ഞാൻ ഈ അടുത്തൊരു വീഡിയോ കണ്ടാണ്, എൻ്റെ പേരങ്ങ് വിട്ടുപോയി. ഓക്കെ, എന്തോ ആയിക്കോട്ടെ. ഇനി നമുക്ക് ക്യാമറാമാന്മാരെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. അങ്ങ് ഓടിച്ചിട്ട് അങ്ങ് സംസാരിക്കാം. പിന്നെ അറിയാലോ, പൊങ്കാലെന്ന് കേൾക്കുമ്പോൾ തന്നെ ചിപ്പിച്ചേച്ചിയാണ്. ചിപ്പിച്ചേച്ചിയുടെ വീഡിയോയിൽ തന്നെ തുടങ്ങാം. എന്ത് തോന്നുന്നു എന്ന് ചോദിച്ചാൽ ഒരുപാട് പ്രാർത്ഥനയോടുകൂടി ആറ്റുകാൽ അമ്മയ്ക്ക് പൊങ്കാല ഇടാൻ വന്നിരിക്കുന്നു. അപ്പം ആ ഒരു സമയം ഏകദേശം എത്ര വർഷമായി കാണും ചേച്ചി? സാധാരണ കാരണം ചോദിക്കാറ് കഴിഞ്ഞ വർഷം വരാറുണ്ടോ എന്നുള്ളതായിരുന്നു. പക്ഷെ ചേച്ചിയോട് ചോദിക്കാൻ പറ്റില്ല, കാലങ്ങളായി ചേച്ചി വന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഏകദേശം എത്ര വർഷമായി? ഒരുപാട് വർഷമായി. ഞാൻ സിനിമയിലൊക്കെ വരുന്നതിന് മുന്നേ തൊട്ട് ഇടുന്നുണ്ട്. കഴിഞ്ഞ വർഷം തുടരുമെന്ന സിനിമയുടെ പ്രൊമോഷന്റെ പ്രൊമോഷന്റെ ഭാവം. എൻ്റെ പൊന്നു വിവരക്കേടുകളെ, നീയൊക്കെ നിർത്ത് പ്രൊമോഷൻ്റെ ഭാഗമായിട്ടെന്നുള്ള രീതിയിൽ. ഈ ന്യൂസുകാർ ഇവിടെ മിസൈലിൻ്റെ കഥകളൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ കോമഡിയാണ്. അവിടെ അവന്മാരവിടെ എൻജോയ് ചെയ്യുവാണ്. ഒരു കുഴപ്പമില്ല ചില സ്ഥലങ്ങളിലൊക്കെ. ഈ വർഷം ഇപ്പം ഡിസ്കഷൻസ് നടക്കുന്നുണ്ട് ഡിസ്കഷൻസ് ഒക്കെ, അത്രേ ഉള്ളൂ. പക്ഷെ കഴിഞ്ഞ വർഷം ഈ പറഞ്ഞ പോലെ റിലീസിന് മുന്നേ ആയിരുന്നു പൊങ്കാല വന്നത്. അപ്പം ഒരുപാട് പ്രാർത്ഥിച്ചു. അമ്മയുടെ അനുഗ്രഹം കൊണ്ട് എല്ലാം നന്നായിട്ട് വന്നു. തിരക്ക് നല്ല തിരക്കുണ്ട്. കാരണം ഇപ്പൊ ഞങ്ങൾ ഇന്നലെ വന്നപ്പോഴും ഒക്കെ എല്ലാ വർഷത്തെക്കാട്ടിലും ഓരോ വർഷവും കൂടി വരും. നമുക്ക് അങ്ങനെയാ തോന്നുന്നത്. കഴിഞ്ഞ വർഷത്തെക്കാട്ടിലും ഈ വർഷം വന്നപ്പോൾ കുറച്ച് തിരക്ക് കൂടുതലുണ്ട്. ഒരുപാട് അത് ദൂരം നിന്നുള്ള ഒരുപാട് പേര്. നമ്മളിപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ട്രിവാൻഡ്രത്ത് തന്നെയാണ്. പക്ഷെ അതല്ലാതെ ദിവസങ്ങൾക്ക് മുന്നേ വന്നിട്ടുള്ള ഒരുപാട് പേരെ കണ്ടു. അപ്പം അത് അമ്മയുടെ ഒരു ശക്തി അല്ലേ, എല്ലാവർക്കും വരണം എന്ന് ആഗ്രഹം. ഓക്കെ, വേറൊരു വീഡിയോ. അയ്യോ, കുറേ ആൾക്കാർ വന്നിട്ട് ചിപ്പിയെ കാണാൻ വേണ്ടി മാത്രം തമിഴ്നാട്ടിൽ നിന്ന് വന്നെന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ അനുമോളല്ലേ? അനുമോൾ അനുമോളാണ്. നമുക്ക് മാറ്റാം, വേറൊരു വീഡിയോ വെക്കാവേ. വേറൊരു വീഡിയോ എന്ന് വെച്ചാൽ തമിഴ്നാട്ടിൽ നിന്നാ. എടേ, ഈ ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുമ്പോൾ എല്ലാവരും ചിപ്പിയുടെ പേരാ പറയുന്നത്. എനിക്ക് തോന്നുന്നു വർഷങ്ങളായിട്ട് ഇവർ വരുന്നതുകൊണ്ടായിരിക്കാം ചിലപ്പം. എപ്പോഴാണെങ്കിലും ടി വിയിലാണെങ്കിലും ഫസ്റ്റ് ഡേ പുള്ളിയായിരിക്കും, ഫസ്റ്റ് ന്യൂസിൽ തന്നെ പുള്ളിയായിരിക്കും. ഇപ്പോൾ പിന്നെ അന്നാരാജൻ്റെ കുറേ ക്ലിപ്പും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് കുറേ എണ്ണം ചിപ്പി പോയി എണ്ണ കയറി എന്നൊക്കെ പറഞ്ഞ് കുറേ. എൻ്റെ പൊന്നോ, ഞാൻ അതിലോട്ട് വരാം. അതാ പ്രധാനപ്പെട്ട കാര്യം. ഇന്നത്തെ കോണ്ടന്റ് എന്താണെന്ന് ചോദിച്ചാൽ ആ ഒരു വിഷയമാണ്. ഓക്കെ, അന്നാരാജിനെ ഞാൻ പറയാൻ അറിയാലോ. ഇപ്പോൾ കൂടുതലും പുള്ളിക്കാരെ ഉദ്ഘാടനവും കാര്യങ്ങളുമായിട്ടൊക്കെ പോവുകയൊക്കെ ചെയ്യുക. ഹണി റോസിനെ വെല്ലുമെന്നൊക്കെയാണ് ഈ അടുത്ത സമയത്തൊക്കെ സോഷ്യൽ മീഡിയ ചർച്ച ആയിക്കൊണ്ടിരിക്കുന്നത്. പുള്ളിക്കാരി അത്യാവശ്യം എല്ലാം കണ്ണടച്ച് നിൽക്കുന്ന ഒരു ഫൺ ടൈപ്പൊക്കെയാണ്, സോഷ്യലാണ് പുള്ളിക്കാരി. ഇന്നത്തെ ഈ മീഡിയക്കാർ മൊത്തം ഇവരെ സൂം ചെയ്യുന്നു. എങ്ങോട്ടൊക്കെയാണ് അവന്മാർ സൂം ചെയ്യുന്നത്? അത് നിങ്ങൾ ഇന്നത്തെ ഇൻസ്റ്റാ വീഡിയോസൊക്കെ എടുത്ത് നോക്കുമ്പോൾ കുറേ വീഡിയോസൊന്നും ഞാനിവിടെ വെക്കുന്നില്ല, കാരണം അതുപോലത്തെ സൂമിങ് ആയിരുന്നു. അതിൻ്റെ താഴെ വരുന്ന കമൻസും കാര്യങ്ങളൊക്കെ കുറേ ആൾക്കാർ പറഞ്ഞ് ഇവിടെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. കുറേ ആൾക്കാർ പറഞ്ഞാൽ അപ്പം എൻ്റെ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് നാണമില്ലേ ഇങ്ങനെ സൂം ചെയ്യാനാ, അങ്ങനെ കുറേ ആൾക്കാരൊക്കെ പറയുന്നുണ്ട്. ഞാൻ ആ വീഡിയോസ് ഒന്നും ഇവിടെ വെക്കുന്നില്ല, അല്ലാതെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം ഇവിടെ വെച്ച് പോകുന്നതേ ഉള്ളൂ. പറയാം ഞാൻ എന്നിട്ട്.
ഇപ്പോൾ ഒരു വീഡിയോ വെച്ച് തരാം. നിങ്ങൾ അവിടെ നിൽക്കുന്ന ക്യാമറാമാരെ കണ്ടോ? ആ സൈഡിൽ നിൽക്കുന്ന ക്യാമറാമാരെ കണ്ടോ? എത്ര ആൾക്കാരാണ്, നിങ്ങളൊന്ന് നോക്കിക്കേ. എത്ര ആൾക്കാരാണ് ഒരാളെ മാത്രമായിട്ട് ഇങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എവിടെയൊക്കെ സൂം ചെയ്യാൻ പറ്റുമോ അതെല്ലാം സൂം ചെയ്യുന്നുണ്ട്. ഓക്കെ, അവരുടെ ജോലിയായിരിക്കും. ചിലപ്പോൾ ചില സ്ഥാപനത്തിൽ നിൽക്കുമ്പോൾ അവർ പറഞ്ഞു വിടുന്നതായിരിക്കാം. പക്ഷെ എന്നാലും ഒരു മര്യാദ വേണ്ടേ? അതുപോലത്തെ സൂം ചെയ്തിട്ട് ഇപ്പം അന്നയുടെയൊക്കെ ആണെങ്കിൽ വിഷയമില്ല, അവരൊന്നും പറയത്തൊന്നുമില്ലായിരിക്കും. പക്ഷേ സോഷ്യൽ മീഡിയ വരുന്ന കമൻറ്റ്സ്, അതുപോലത്തെ നെഗറ്റീവ് കമൻസും കാര്യങ്ങളൊക്കെ വരുമൊക്കെ ചെയ്യുന്നത്. പരമാവധി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് സൂമിങ് ഒക്കെ കുറയ്ക്കുക. അത് ആൾക്കാർ വേറെ സെൻസിലെടുക്കും, കാണിക്കാൻ വേണ്ടി മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നില്ല. മറ്റേ രേണുസുതി വന്നിട്ട് വിവരക്കേടൊന്നും പറയുന്നില്ലല്ലോ അവർ. അങ്ങനെയുള്ള കാര്യങ്ങൾ രേണുവിൻ്റെ ഒക്കെ ആണെങ്കിൽ ഓരോരുത്തർ പോയി സൂം ചെയ്യുന്നത്. രേണുവിന് അത് ആവശ്യമുണ്ടെന്നെങ്കിലും പറയും. ഇവരൊക്കെ പലയിടത്തുനിന്ന് ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുക, പല കേസ് കെട്ടിലാണെങ്കിൽ പോലും. ഇപ്പം നിങ്ങളിപ്പോൾ ഈ മീഡിയക്കാർ കാണിക്കുന്നതോടെ എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നുമില്ല. അത് നേരത്തെ 3-4 വീഡിയോ കൂടെ ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഇവിടെ വെച്ച് വന്നാൽ അവർ ഞാനും തമ്മിൽ വേറെ വലിയ വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ആ വീഡിയോസ് ഒന്നും ഇവിടെ വെക്കുന്നില്ല. അമ്മാതിരി സൂമിങ് അത് ഭയങ്കര നെഗറ്റീവായിട്ട് പരിപാടി. അത് അവരെയൊക്കെ ആൾക്കാർ ആ ഒരു രീതിയിലേ കാണത്തുള്ളൂ. ജസ്റ്റ് ഒന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. എന്തായാലും അക്സെപ്റ്റ് ചെയ്യേണ്ടവർക്ക് അക്സെപ്റ്റ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ മേയർ പുള്ളിയാണ്, കൊള്ളാം. BJPക്ക് ഇനിയും സീറ്റ് കയറാൻ ചാൻസ് ഉണ്ട്. ഇദ്ദേഹത്തിനെ പോലുള്ള ആൾക്കാർ ജനങ്ങളുടെ മുന്നിൽ ഇറങ്ങി നിൽക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും. ഓക്കെ, എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒരു സിമ്പിൾ വീഡിയോ, ഞാനിതിൽ വലിയ എന്താ പറയണ്ടേ, പ്രിപ്പയർ ചെയ്തിട്ടൊന്നും പറയണമെന്നല്ല. കുറച്ച് വീഡിയോസും എടുത്തു, പറയേണ്ട കാര്യങ്ങൾ പറയണമെന്ന് തോന്നി, അത്രമാത്രം. വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സപ്പോർട്ട് ചെയ്യുക. ബൈ, ലവ് യു ഓൾ ഗൈസ്.